വരികയായിരിക്കും. ഉണ്ടായ സംഗതിക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടി വരികയായിരിക്കും. കുടുംബക്കാരോട് പറയാൻ മടിണ്ടാകരുത്. അവരോട് പറയണം ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും, അത് കല്യാണത്തിനാണെങ്കിലും സൽക്കാരത്തിനാണെങ്കിലും, ഇനി വേറെന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ എണ്ണിക്കോളൂ. അതിനൊക്കെ ആണെങ്കിലും ദീനെ ഹറാമാക്കിയൊരു കാര്യമാണെങ്കിൽ അത് ഹറാമാണ്, ചെയ്യരുത് എന്ന് പറയണം. നമ്മൾ ആദ്യം ഒരുങ്ങണം. നമ്മളെ വീട്ടിലും അതേ ഒരു പരിപാടി നടന്നെങ്കിൽ പിന്നെ അവിടെ എതിർക്കാൻ വലിയ ചാൻസ് ഒന്നും ഉണ്ടാകൂല. അത് ശരി, നിന്റെ വീട്ടിൽ ഇതൊക്കെ നടത്തിയിട്ട് എന്റെ വീട്ടിൽ നടത്തുമ്പോ നീ എതിർക്കേ. നിന്റെ വീട്ടിൽ മിഠായി കല്യാണം, മൈലാഞ്ചി കല്യാണം, പിന്നെന്ത് കല്യാണം, എല്ലാ കല്യാണവും നീ നടത്തി. നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്ന് നീ എതിർക്കാനോ വേളറിയാനോ എന്നവൻ ചോദിക്കരുത്. നമ്മൾ അതിൽ നിന്ന് മുക്തമായ ശേഷം അവരെ ഉപദേശിക്കണം. പറ്റില്ല, ഈ ചെയ്യുന്ന പരിപാടി തെറ്റാണ്. എന്താ ഇപ്പൊ അനുജന്റെ വീട്ടിൽ നടക്കുന്നത്? എന്താ അനുജന്റെ വീട്ടിൽ നടക്കുന്നത്? കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയിച്ച പെണ്ണിന് എല്ലാവരും കൂടി ഓരോ മിഠായും കേക്കും മുറിച്ചു കൊടുക്കുക. അതാരാ വന്നിരിക്കുന്നത്? അത് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, 11ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, 12ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, ഡിഗ്രി തലങ്ങളിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒരൊറ്റ കുട്ടിനെയും ഈ പെണ്ണിന് കാണാൻ പറ്റൂല. പക്ഷെ എല്ലാവരും കൂട്ടം കൂടി വന്ന് ഓരോരുത്തരുടെ വക ഓരോ കേക്ക് മുറിച്ചു കൊടുക്കുകയാണ്. പുതിയാപ്പിളക്ക് വരെ ആ പെണ്ണിന്റെ ശരീരം തൊടണമെങ്കിൽ നിക്കാഹ് കഴിയണ്ടേ? പിന്നെ ഇങ്ങനെ അന്യപുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുക്കുക. എന്നിട്ട് ആ വന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം. എന്തിനാ ഭക്ഷണം? എല്ലാവരും ഹറാമ് ചെയ്തതിന്റെ പേരിൽ ഒരു സ്വീകരണം, ഒരു ഭക്ഷണം. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ ഹറാമൊക്കെ ചെയ്യാമെന്ന ആളുകൾക്ക് നല്ല ബിരിയാണി കൊടുത്ത് സ്വീകരിക്കേ പാടില്ലത്. ഉപദേശിക്കണം. അത് കല്യാണല്ലേ, അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, എന്ത് കൂടരുത്. മുന്നറിയിപ്പ് നൽകേണ്ടത് അടുത്ത ബന്ധുക്കളോടാണ്. അന്തിർ അശീറത്തക്കൽ അഖ്റബീൻ. അടുത്ത ബന്ധുക്കളെ നീ മുന്നറിയിപ്പ് നൽകണം, ഉപദേശിക്കണം. പറ്റാത്തത് കാണുമ്പോ പറ്റില്ല എന്ന് പറയണം, പാടില്ല എന്ന് പറയണം, ദീനത് പറ്റൂല എന്ന് പറയണം. അങ്ങനല്ലേ മഹാന്മാർ ഉപദേശിച്ചത്? എല്ലാ സ്ഥലങ്ങളിലും കുടുംബസംഗമം നടത്തും. നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിൽ നിർവഹിക്കേണ്ട ഏറ്റവും നല്ല ദൗത്യം എന്താ പറയുക? നിങ്ങൾ മുറിഞ്ഞു പോയ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ആ സദസ്സിന്റെ മുന്നിൽ വെച്ച്, സ്റ്റേജിൽ വെച്ചിട്ട് പോരായ്മകളൊക്കെ തീർത്തിട്ട് പരിഹരിക്കാണ് വേണ്ടത്. അല്ലാതെ ഭക്ഷണം കുശാലായി കഴിച്ച് പിരിയുന്നതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതിപ്പോ ഇവിടുന്ന് കിട്ടൂലേ? കുടുംബസംഗമം വലിയ പോസ്റ്റൊക്കെ വെച്ചിട്ട് സംഗമം കൂടും. ചില സംഗമങ്ങളിലാണെങ്കിൽ ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള അനാവശ്യ പരിപാടികളുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത ആണും പെണ്ണും അവരൊക്കെ ബന്ധം പുലർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുന്ന, കൈകൊട്ടി പാടുന്ന, എന്തൊക്കെയോ കൂത്താടുന്നത്, അത് സഹിക്കാൻ പറ്റാത്തതാണ്, അത് അനുവദിക്കാത്തതാണ്. അതേസമയത്ത് കുടുംബസംഗമത്തിൽ കുടുംബത്തിന്റെ തായ്വേരുകളൊക്കെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അന്വേഷിക്കണം ഏതെങ്കിലും ആൾക്കാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടോ. ആ പിണങ്ങി നിൽക്കുന്നുണ്ട്. ആരാ? അത് നമ്മളെ ഉപ്പാന്റെ സഹോദരന്റെ 2 മക്കൾ, അവർ തമ്മിൽ വലിയ പിണക്കത്തിലാണ്. ആ പണക്കൊന്ന് മാറ്റണം. എന്താ ഇതിന് വേണ്ടത്? അതിന് അവരോടൊന്ന് സംസാരിക്കണം. 2 ആളോട് സംസാരിച്ചു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അതോടുകൂടെ ആ പണക്കങ്ങളൊക്കെ തീർന്നവർ നന്നായി. അതാണ് സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണതിന് വേണ്ടത്.